എല്ലാവർക്കും അമ്മു സനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂനാലിടാം തുമ്പി. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ മിനിയേച്ചർ ഹൗസായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ മിനിയേച്ചർ ഹൗസിലൊരു തേങ്ങ മിഠായി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ മിനിയേച്ചർ ഹൗസത്തെ മിന്നും കൂട്ടർ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടോ? നല്ല രസമുണ്ടല്ലേ. എൻ്റെ പൂക്കൾ കണ്ടോ? കിണറും ഒക്കെ ഉണ്ടല്ലോ. അയ്യോ, ഒരു ചിത്രശലഭം വന്നിരിക്കുന്നുണ്ടല്ലോ. നല്ല രസമുണ്ട് കാണാനല്ലേ. ഇവിടെ തന്നെ ഇട്ട് ഞാൻ മിസ്സിയൊക്കെ വെച്ചേക്കുന്നത്. എൻ്റെ പൂന്തോട്ടം എങ്ങനെയുണ്ട് കണ്ടില്ലേ? ഇന്ന് നമ്മൾക്ക് തേങ്ങ മിഠായി ഉണ്ടാക്കേണ്ട സാധനങ്ങൾ: പാല്, പഞ്ചസാര, തേങ്ങ. ഇനി നമുക്കിതൊന്ന് ഇത് കണ്ടോ, തുറന്ന് കാണിച്ചേരേ. ഇതാണ് തേങ്ങ, ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പാല്, പഞ്ചസാര എല്ലാം ഉണ്ട്. 3 സാധനങ്ങളെ നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ചതയ്ക്കാം. അയ്യോ, 2 സ്പൂൺ വന്നു പോയി. ഇനി നമുക്കിതിലേക്ക് മിക്സിയിലേക്ക് ഇടാം. ഇങ്ങനെ കുറച്ച് ഇട്ടാൽ മതി, കൊള്ളുന്നത്ര ഇട്ടാൽ മതി. ഞാൻ വലിയ മിക്സിയിൽ അരയ്ക്കുന്നില്ല കേട്ടോ, കുഞ്ഞു മിക്സിയിൽ അരയ്ക്കുന്നുള്ളൂ. കുറച്ചേശ്ശെ എടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അരയ്ക്കാം. അപ്പോൾ തന്നെ ഞാൻ പ്ലഗൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ അരയ്ക്കാം. അപ്പോൾ നമ്മൾ അരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചീഞ്ചിട്ട് വയ്ക്കാം. ചേച്ചി ആട്ടെ എനിക്ക് തീ കത്തിച്ചേർന്ന് എൻ്റെ കൈ പൊള്ളും പേടിച്ചിട്ട്. നമുക്കിത് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. കുറച്ചും കൂടി ഇടാന്ന് കരുതി. അയ്യോ, ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അത് കുറച്ചൊക്കെ ഇങ്ങനെ ഉരുകി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉരുക്കിയാൽ മതി, നല്ല അങ്ങോട്ട് പഞ്ചസാര വരണ്ട. അപ്പോൾ അത് ഇത്രയാകുമ്പോൾ നമുക്ക് അതിലേക്ക് പാലും കൂടി ഒഴിക്കാം. നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ. അയ്യോ, ഇനി നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. അയ്യോ, പണി പാളിപ്പോയി, പഞ്ചസാര ആകെ കട്ടിയായി. അപ്പോൾ തന്നെ ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ തിളക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയും ചേച്ചിയും കൂടിയിട്ടാട്ടോ മിനിയേച്ചർ വീടുണ്ടാക്കി തന്നത്. നല്ല രസമല്ലേ? പൂന്തോട്ടമൊക്കെ കാണാൻ നല്ല രസമല്ലേ? കുളവും ഒക്കെ ഉണ്ട് അല്ലേ? കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മിനിയേച്ചർ ഹൗസ്. അമ്മയും ചേച്ചിയും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ പാലൊക്കെ ഇങ്ങനെ തിളച്ച് പൊന്തി വരുന്നുണ്ട്. കുറച്ച് തീയിലുണ്ടാക്കുള്ളൂ, കായ് പൊള്ളും പേടിച്ചിട്ടാണേ. ഇത് നല്ല തിളപ്പ് പഠിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് കൊണ്ടുവരാം. ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചതല്ല കേട്ടോ. ഇതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി, പേസ്റ്റ് ഒന്നും ആവരുത്. ഇങ്ങനെ കുറച്ചേശ്ശെ ഇട്ട് കൊടുക്കുക. ഫുള്ള് പതുക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫുള്ളിടണം, കുറച്ചേശ്ശെ. അപ്പോൾ അത് പാല് പോലെയില്ലേ? തേങ്ങ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും
നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇനി നമുക്ക് കരിഞ്ജീരകം ഇടാം. കരിഞ്ജീരകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം നമുക്ക് അതിലേക്ക് കരിഞ്ജീരകം ഇടാം. കരിഞ്ജീരകം കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. അയ്യോ, അറിയാതെ മറ്റേ പാത്രത്തിൻ്റെ ഒട്ടിപ്പോയി. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഹൈവ കരിഞ്ജീരകം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന വരെ ഒന്ന് ഇളക്കാട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അരികിക്കൂടെ ഇങ്ങനെ തിളയ്ക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കുന്നുണ്ട്. തേങ്ങ ഇട്ടുകൊണ്ട് പാലിങ്ങനെ പൊന്തി വന്നു കേട്ടോ. മിനിയേച്ചർ വീട്ടിലത്തെ ആ പൂമ്പാറ്റ ഇപ്പോഴും പോയിട്ടില്ല. ഇനി ഈ പാലൊന്ന് കുറുകി വരുന്ന വരെ കാത്തിരിക്കാവേ. നല്ല രസമുണ്ടല്ലേ തേങ്ങ കാണാൻ. ഇനി ഈ പാലൊന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് ഇളക്കാതെ ഇരിക്കാം. ശകലം അപ്പം അത് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിലാക്കാന്ന് കരുതി, പക്ഷെ ഒന്നിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒന്നിൽ തന്നെ ഇടാന്ന് കരുതി. അപ്പം അത് നമുക്ക് പരത്തി വയ്ക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ തേങ്ങ മിഠായി റെഡി ആയിട്ടുണ്ട്. മിന്നുവിനൊക്കെ വേണ്ടിയിട്ടാട്ടോ ഇത് ഉണ്ടാക്കിയത്.